ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ മീനുകൾക്കൊക്കെ തീറ്റ കൊടുക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. പിന്നെ നാളെ ഒരു സെയിലുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള മീനുകളെ പിടിച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിടണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മീൻ എടുത്ത് നോക്കിയിട്ട് മീനിൻ്റെ പുറത്ത് വല്ല ഫംഗസോ സ്ക്രാച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. കാരണം അങ്ങനെ ചെക്ക് ചെയ്താലാണ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മീനുകളെ നമ്മളത് പ്രത്യേകം നോക്കേണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇടയ്ക്ക് വന്ന് നമ്മുടെ മീൻകുട്ടന്മാരെ കാണുന്നതും അവർക്ക് ഇച്ചിരി ഫുഡൊക്കെ കൊടുക്കുന്നതുണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു സുഖമുള്ള കാര്യമാണ്. നമ്മുടെ നിഴൽ കാണുമ്പോഴത്തേനും നമ്മുടെ അടുത്തോട്ട് വരുന്നതും ഭക്ഷണം കൊടുക്കുമ്പോൾ കയ്യിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ തോന്നും എന്തുകൊണ്ടും നല്ലത്, മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ നല്ലത് മീനുകളാണെന്ന് തോന്നിപ്പോവുകയാണ് ഇപ്പോൾ. നിലവിലിപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള മീനുകളുടെ കളറുകളെന്ന് പറയുമ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലാക്ക്, ഒരു മെറ്റാലിക് വൈറ്റ്, അത്രയും കളറുകളാണ് ഞങ്ങളുടെ കയ്യിലിപ്പോൾ സ്റ്റോക്കുള്ളൂ. അങ്ങനെ മീനെയൊക്കെ തീറ്റ കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞത്, ആ പാടത്തിൻ്റെ അങ്ങേ തലയ്ക്ക് ഒരു തടിയുടെ പാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം കയറി ഒലിച്ച് പോയി, നമുക്ക് അവിടം വരെയൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാനും പോകാമെന്ന് പറഞ്ഞു. നമുക്ക് ഗൺബൂട്ട് ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നിറയെ ചെളിയും ചതുപ്പൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് പോകണമെങ്കിൽ ഗൺബൂട്ടും വടിയും സൗകര്യങ്ങളൊക്കെ. ഞങ്ങളൊരു കോരുവര ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് പൊക്കി നോക്കി. ഭാഗ്യം അതിനകത്ത് മീനൊന്നുമില്ല, വെറുതെ ആയി ഇട്ടത്. ഇത് കണ്ട് നാച്ചുറൽ കുളമാണ്. അപ്പുറം വേറെ വലിയൊരു കുളം കൂടെ ഉണ്ട്. ഇതിനകത്ത് വരാലും അങ്ങനെ ഒന്ന് രണ്ട് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും കാണാൻ പറ്റില്ല, അതൊക്കെ താഴെയാണ് കിടക്കുന്നത്. എന്നാൽ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഈ ജാതിത്തോട്ടത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇവിടെ മറ്റേ പഴുതാര, അട്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം പോകാൻ. കണ്ടത്തിലൂടെ നടക്കുമ്പോൾ കണ്ടോ, ഇത് ചതുപ്പാണോ കുഴിയാണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ പണ്ട് ഇങ്ങനെ പശുക്കളെ കാര്യങ്ങളെയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് അവരൊക്കെ ചവിട്ടി ചവിട്ടി ആകെ താത്തി കൊളാക്കി വെച്ചേക്കുമായിരിക്കും. അപ്പോൾ നമ്മളത് വടി കുത്തിപ്പിടിച്ച് സൂക്ഷിച്ച് വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ കാലെണ്ണത്തോട്ട് ചാടിപ്പോയാൽ ആകെ വൃത്തികേടാവും. പിന്നെ പണ്ട് കാരണവന്മാർ നടക്കാൻ വേണ്ടി അവിടെ കല്ലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വടി കൊണ്ട് ആ കല്ലുണ്ടോയെന്ന് കുത്തി നോക്കി കല്ലേൽ വേണം നമുക്ക് ചവിട്ടി ചവിട്ടി പോകാൻ, അല്ലെങ്കിൽ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു വലിയ മഴ പെയ്ത സമയത്ത് ആ പാലമൊക്കെ ഒലിച്ചു പോയി. ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് കിടക്കണമെങ്കിൽ പാടാണ്. വേറെ വഴിയുണ്ട്, എങ്കിലും ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യാൻ അറിയാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ചെളിയിലും മുറ്റത്ത് ഇറങ്ങാൻ മടിയല്ലേ. ഇതുപോലെ ഇങ്ങനെയൊക്കെ നടക്കുക ഒരു പ്രത്യേക എക്സ്പീരിയൻസ്, ഒരു അനുഭവമൊക്കെയാണ്. സൂക്ഷിച്ച് നടന്നാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഇന്നിപ്പോൾ പോയിട്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ.